ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ധന്യ. ഞാൻ ഒരുപാട് ഖുർആനെക്കുറിച്ച് ഒന്ന് രണ്ട് വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്താ പറയുക, ഖുർആൻ വായിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് കേട്ടോ. അപ്പം ഏറ്റവും കൂടുതൽ ഞാൻ പിന്നെ ഇങ്ങനെ വീഡിയോസോ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഖുർആനെ കുറിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എനിക്കും സംസാരിക്കാൻ പറ്റിയതാണെങ്കിൽ ഞാൻ എപ്പോഴും സംസാരിക്കാറുണ്ട്. അപ്പോൾ എനിക്കിപ്പം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും ഒരു മാനവരാശിക്കും ഖുർആനില് പിന്നെ നല്ല കാര്യങ്ങളൊന്നും ഇല്ല. അതായത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മനുഷ്യരാശിക്ക് ഗുണമുള്ള ഒന്നും തന്നെ ഖുർആനിൽ ഇല്ല എന്ന് ചില ആളുകൾ പറയുന്നതായിട്ട് ഞാൻ കണ്ടു കേട്ടോ. അപ്പോൾ ശരി, എന്നാൽ പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ എങ്ങനെയാണോ, ഈ ഓരോ മനുഷ്യൻ്റെയും മനസ്സിലെ വെളിച്ചമാണ് ഏതൊരു മതഗ്രന്ഥം വായിക്കുമ്പോഴും അവിടെ ആ ഒരു വെളിച്ചം കാണാം. ഇല്ല, നമ്മൾ മനസ്സിൽ തെറ്റായ രീതിയിലാണ് നമ്മൾ ആ ഒരു ഗ്രന്ഥത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ വായിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് അതിൽ നിന്നൊന്നും കിട്ടാൻ പോകുന്നില്ല. നമുക്ക് ഫുൾ നെഗറ്റീവായിട്ട് വരുള്ളൂ. അപ്പോൾ നമ്മൾ ഓരോ മനുഷ്യരും എങ്ങനെയാണോ ആ ഗ്രന്ഥത്തെ സമീപിച്ച് അല്ലെങ്കിൽ ആ ഗ്രന്ഥത്തെ വായിക്കുന്നത്, ആ രീതിയാണ് നമ്മൾ മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ടാവുക. അപ്പം ഇപ്പം ഞാൻ എൻ്റെ മതത്തിൽ നിന്നുകൊണ്ട് മറ്റു മതസ്ഥരായ ആളുകളെ കുറിച്ച് സംസാരിക്കുന്നു. പിന്നെ എല്ലാ ഗ്രന്ഥങ്ങളെയും ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ എനിക്ക് മറ്റുള്ളവരുടെ അടുത്ത് പറയേണ്ടത്, ഖുർആനിൽ നമുക്ക് മനുഷ്യരാശിക്ക് ഉപകാരമുള്ള ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. അപ്പോൾ അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ പറയുകയാണ്. അങ്ങനെ പറയുമ്പോഴാണ് അവരുടെ ചിലപ്പോൾ ഉള്ളിൽ ചിലപ്പോൾ തെറ്റിദ്ധാരണകൾ ഉണ്ടാവും. ഈ ഖുർആനിലൊന്നും ഇല്ലല്ലോ, അങ്ങനെ മനുഷ്യരാശിക്ക് പിന്നെ കറക്റ്റായിട്ട് ഒരു കാര്യം ഇതിലില്ല, ഇത് ഭയങ്കര മോശമാണ്, ഇത് തമ്മിൽ തല്ലിപ്പിക്കാനും കൊല്ലാനും പിന്നെന്താ വർഗീയത ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ഈ ഖുർആൻ എന്നൊക്കെയാണ് ഓരോ ആൾക്കാർ ചിന്തിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതിന് നമ്മളെ കൊണ്ട് തിരുത്താൻ പറ്റുന്ന രീതിയിൽ നമ്മൾ തിരുത്തി കൊടുക്കുക. മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കട്ടെ, അല്ലാത്തൊരു എന്താന്ന് വെച്ചാൽ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാനൊക്കെ ചിന്തിക്കാറ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പറയാനുള്ള കാരണം, ഇങ്ങനെ ഒരു ടോപ്പിക് എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ എനിക്കൊരു വീഡിയോ ഞാൻ കണ്ടു. ഇന്നലെ എനിക്കൊരു സജഷനായിട്ട് വന്നതാണ്. ആ വീഡിയോ ഞാൻ കണ്ടപ്പം അതിൽ അൻസാരി ഉസ്താദ് പിന്നെ റിയാക്ഷൻ ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഇപ്പോൾ മധുച്ചേട്ടൻ്റെ ഒരു കാഴ്ചപ്പാട് അദ്ദേഹം പറയാണ്, പിന്നെ ബൈബിളും ഖുർആനും ഞാൻ വായിച്ചു, പക്ഷെ ഖുർആനിൽ എനിക്ക് പിന്നെ ഒന്നും തന്നെ ഇല്ല, അതിൽ മനുഷ്യനെ ഉപയോഗപ്പെടുന്ന രീതിയിലൊന്നും അതിൽ കണ്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഇവിടെ വായിക്കുകയാണ്. കാരണം വേറൊന്നുമല്ല, ഇപ്പോൾ നിങ്ങൾ കാണുന്ന കാഴ്ചപ്പാടിലൂടെ അല്ലല്ലോ എൻ്റെ കാഴ്ചപ്പാട് പോകുന്നത്. അതുകൊണ്ട് എൻ്റെ കാഴ്ചപ്പാട് എന്താണെന്നുള്ളത് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുകയാണ്. ആ ഒരു ഖുർആനിലെ എന്തൊക്കെ മനുഷ്യന് ഉപകാരപ്പെടുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്നുള്ളത് ഇപ്പോൾ മധുചേട്ടൻ്റെ മനസ്സിൻ്റെ ആ ഉള്ളിലുള്ള ആ ഒരു പിന്നെ ഇരുട്ടിനെ മറന്നീക്കി കഴിഞ്ഞാൽ ആ വെളിച്ചത്തോടു കൂടി ആ ഒരു ഗ്രന്ഥം വായിക്കുകയാണെങ്കിൽ ഉറപ്പായും ഞാൻ കണ്ട കാഴ്ചകൾ നിങ്ങൾക്കും കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കതൊന്ന് കണ്ടു നോക്കാം. ഈ ഖുർആനിൽ പറയുന്നുണ്ട്, പലിശ ഹറാമാണ്, പലിശ പാടില്ല. പലിശ ഇപ്പോൾ പലിശയ്ക്ക് കൊടുക്കുന്നു, ആ കിട്ടുന്ന പലിശ കൊണ്ട് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു ഇത് പറയുന്നുണ്ട്. പിന്നെ വ്യഭിചാരം പാടില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് പിന്നെന്താണ്, പിന്നെ ഈ വിവാഹമോചനമായ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളടക്കം ഇതിൽ പറയുന്നുണ്ട്. അതായത് ഒരു പെണ്ണിന് വേണ്ട കാര്യങ്ങളൊക്കെ ഈ ഒരു വേദഗ്രന്ഥത്തിലുണ്ട്. അപ്പം അത് വായിക്കുമ്പോഴാണ് അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. പിന്നെ പ്രത്യേകിച്ച് പറയുന്നുണ്ട് മതപരിവർത്തനം, അതായത് നിർബന്ധിത മതപരിവർത്തനം വരുത്, അത് ചെയ്യാൻ പാടില്ല എന്ന് അതിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എത്രാമത്തെ ആയത്താണെന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാട്ടോ. അധ്യായം 2 അൽ-ബഖറ 256 ആയത്ത്. അതിൽ പറയുന്നുണ്ട് നിർബന്ധിത മതപരിവർത്തനം പാടില്ല എന്നുള്ളത്. അപ്പോൾ ചില ആളുകൾ നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ നീ മുസ്ലിം ആവുക അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പറയുന്നവർ പറഞ്ഞു പോയിക്കോട്ടെ, അതൊന്നും വിഷയമല്ല. പക്ഷേ ഒരു മാനവരാശിക്കും പിന്നെ ഉപയോഗമുള്ള ഒന്നും ഈ ഖുർആനിലില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊന്ന് സംസാരിക്കാൻ തോന്നി. പിന്നെ എന്നേക്കാൾ കൂടുതൽ വ്യക്തമായിട്ട് സംസാരിക്കുന്ന അൻസാരി ഉസ്താദിൻ്റെ ഒരു വീഡിയോ കൂടെ ഞാനിവിടെ വെക്കുന്നുണ്ട്. കാരണം മധുചേട്ടനും അതുപോലെ പിന്നെ
ഡോക്ടർ GS പ്രദീപും പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ ഞാനിവിടെ വെക്കുന്നുണ്ട്. അപ്പം എന്തായാലും പറയാനുള്ളത് നമ്മൾ പറഞ്ഞു തന്നെ ഇരിക്കും, പറഞ്ഞുകൊണ്ടേയിരിക്കും. തെറ്റുകൾ കണ്ടാൽ നമ്മൾ തെറ്റുകൾ പറയുക. പക്ഷെ ഒരിക്കലും നമ്മൾ എങ്ങനെയാണോ മറ്റുള്ളവരോട് സംസാരിക്കുന്നത് അതുപോലെ ആയിരിക്കുമല്ലോ തിരിച്ചു കിട്ടുക. അതായത് നമ്മളെ എങ്ങനെ ഒരാളെ റെസ്പെക്ട് ചെയ്യുന്നു അതുപോലെ ആയിരിക്കും തിരിച്ചൊരു റെസ്പെക്ട് നമുക്ക് കിട്ടുക. അപ്പൊ എന്തായാലും നമുക്ക് ആ വീഡിയോ കാണാം. ഖുറാനും ബൈബിളും വായിച്ചിട്ടുണ്ട്. എനിക്ക് ഖുറാനിൽ നിന്ന് കാര്യമായിട്ടൊന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അതെൻ്റെ പോരായ്മയാണെങ്കിൽ ആർക്കെങ്കിലും പഠിപ്പിക്കാം. പക്ഷെ ഞാൻ വായിക്കുമ്പോൾ അവിടെയൊക്കെ ജിഹാദിന്റെ ആഹ്വാനമാണ് ഞാൻ കേൾക്കുന്നത്. പരിശുദ്ധ ഖുറാനെ കുറിച്ച് ഞാൻ അന്ന് പറഞ്ഞ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. അത് ലോകത്തിലെ പാരിസ്ഥിതിക പ്രസ്ഥാനങ്ങളൊക്കെ ഔപചാരികമായി ആരംഭിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് 1864 ആരംഭിച്ച എൻവയൺമെന്റൽ സൊസൈറ്റിക്കും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഈ ഭൂമി ഓടിപ്പോകാതിരിക്കാൻ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്ന ആണികളാണ് മലകൾ അല്ലെങ്കിൽ പർവ്വതങ്ങൾ എന്ന് പറഞ്ഞ ഖുറാനേക്കാൾ കൂടുതൽ കരുത്തുള്ള ഒരു എൻവയൺമെന്റൽ ബുക്ക് ഈ ലോകത്തിൽ ഇല്ല എന്നാണ് ഞാൻ അന്ന് അവരോട്. മധുചേട്ട ഖുർആാനെന്നില്ല, ഇനി ബൈബിൾ ആയിക്കോട്ടെ ഭഗവത്ഗീത ആയിക്കോട്ടെ, അതിനെ സമീപിക്കുന്ന ഏതൊരാളും അയാളുടെ മനസ്സിന്റെ വിശാല ചിന്താഗതിയും മനസ്സിന്റെ വെളിച്ചവും നന്മ അനുസരിച്ചായിരിക്കും ഈ തുറക്കുന്ന ഗ്രന്ഥത്തിൽ നന്മ കാണാൻ കഴിയുക. ദുഷിച്ച മനസ്സുമായി മ്ലേച്ഛമായ മനസ്സുമായി ഏത് വിശുദ്ധമായ ഗ്രന്ഥത്തെ മറിച്ച് നോക്കിയാലും നമുക്ക് നല്ലത് കാണാൻ കഴിയില്ല. ഇപ്പം നിങ്ങൾ പോയി ധ്യാനനിരതനായിരിക്കുന്നു, ഒരു വേടന്റെ അമ്പ് അബദ്ധത്തിൽ അദ്ദേഹത്തിന്റെ കാലി തറക്കുന്നു, അങ്ങനെയാണ് അദ്ദേഹം ഇഹലോകവാസം വെടിയുന്നത്. ഇവിടെ എന്തെല്ലാം നെഗറ്റീവായ രൂപത്തിൽ വിശദീകരിക്കാൻ കഴിയും. പക്ഷേ ഇതിനൊക്കെ ഒരു കോൺടെസ്റ്റ് ഉണ്ട്, ഈ പറഞ്ഞതിന് മുഴുവൻ ഒരു കോൺടെസ്റ്റ് ഉണ്ട്. ഈ വേടൻ അവസാനം വന്ന് ശ്രീകൃഷ്ണനോട് പറയുന്നുണ്ട്, എന്നോട് മാപ്പാക്കണം, എന്നെ ശപിക്കരുത് പറഞ്ഞപ്പം കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് മാപ്പ് നൽകി അദ്ദേഹം മരണപ്പെടുകയാണ്. അപ്പോൾ ഇതിനൊക്കെ ഒരു അർത്ഥതലമുണ്ട്, ഒരുപാട് വിശദീകരണങ്ങളുണ്ട്, പോസിറ്റീവായ വിശദീകരണമുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മളൊരു നെഗറ്റീവായി ചിന്ത വെച്ചുകൊണ്ട് ഏതെങ്കിലുമൊക്കെ സന്ദർഭത്തിൽ നടത്തിയെടുത്തിട്ട് ഇതൊക്കെ എല്ലാവർക്കും പ്രചരിപ്പിക്കാൻ കഴിയും. മാത്രമല്ല അർജുനോട് ശ്രീകൃഷ്ണൻ കൊടുക്കുന്ന മറ്റൊരു ഉപദേശമാണ്, ഒരു ക്ഷത്രിയനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മഹത്തരമായ കാര്യം, ശ്രേയസ്കരമായ കാര്യം അവൻ ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും യുദ്ധം ചെയ്യുക എന്നുള്ളതാണ് അർജുനോട് ശ്രീകൃഷ്ണൻ ഉപദേശം തെറ്റായി വ്യാഖ്യാനിച്ചൂടെ? അപ്പോൾ ഈ ഗ്രന്ഥങ്ങളുടെ പ്രശ്നമല്ല, ധർമ്മസ്ഥാപനം എന്ന് പറഞ്ഞാൽ വെളിച്ചം കൊണ്ടുവരിക എന്നുള്ളതാണ്, തിന്മക്കെതിരെ നന്മ സ്ഥാപിക്കുക എന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കാതെ തെറ്റായ രൂപത്തിൽ ഏത് വേദഗ്രന്ഥത്തെയും നമുക്ക് ആളുകൾക്ക് മുമ്പിൽ പരസ്യപ്പെടുത്താൻ കഴിയും. അത് ആ ഗ്രന്ഥത്തിന്റെ കുഴപ്പമില്ല, നമ്മുടെ മനസ്സിന്റെ ഇരുട്ടാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ.